അപ്പോൾ സത്രം പുല്ലിമേട് വഴിയുള്ള ശബരിമല യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യാത്ര പുറപ്പെടുന്നതും അവിടുന്ന് എൻട്രി പാസ് എടുത്ത് പിന്നെ നടന്ന് തുടങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഫുള്ള് കോട മൂടിക്കിടക്കുന്ന വീഡിയോസൊക്കെ ആയിരുന്നു. പക്ഷേ ശബരിമല എത്താനാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോടയൊക്കെ മാറി നല്ല കാഴ്ചയൊക്കെ കിട്ടിയിട്ടുണ്ട്. പോവാം, ബാക്കി വീഡിയോയിലോട്ട് പോവാം. കന്നിസ്വാമി എങ്ങനെയുണ്ട് അനുഭവം? എന്തെന്നാ പറയണ്ടേ, ആണോ? മറ്റേ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ള് കച്ചവടങ്ങളും കടകളും എല്ലാം. അതെ, ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് കോൺക്രീറ്റ് അതെ, അതും കൂടെ പറയാം. ഇതില് ഇപ്പൊ നമ്മളെല്ലാരും ഫസ്റ്റാണ്. ഈ വഴി ആരും വന്ന ആരുമില്ല നമ്മുടെ കൂട്ടത്തില്, വേറെ ആരുമില്ല. വെള്ളം നല്ല തണുപ്പാട്ടോ. കുറേ സ്വാമിമാർ ദർശനം കഴിഞ്ഞ് ഈ വഴി വരുന്നുണ്ട് പുല്ലുമേട് കാണാൻ വേണ്ടിയിട്ട്. ആന്ധ്രന്നെങ്ങാണ്ടുള്ള സ്വാമിമാരാണെന്ന് തോന്നുന്നു. ഭാഷ നമുക്ക് പ്രശ്നമല്ല. സ്വാമി ശരണം പറഞ്ഞാൽ അവർ തിരിച്ചൊരു ശരണമായപ്പോൾ തരും. മുന്നോട്ട് നിങ്ങൾ ഇല്ല. ഞാൻ ഇവിടെ ഒരു ചെടി കണ്ട്, ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് ഒന്ന് നീലക്കുറിഞ്ഞാന്ന് തോന്നുന്നു. തണുപ്പുണ്ട്. ഇത് നീലക്കുറിഞ്ഞാണ് ഇത്? അതാ ചോദിച്ചേ. ഇത് നീലക്കുറിഞ്ഞി പൂക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതിൽ ഏകദേശം ഒരു എന്താ പറയുക, ഇരവികുളത്ത് ഇതൊക്കെ ഏതാണ്ട് ഒരു ക്ലൈമറ്റാണ്. ഈ ചില ചെടികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നീലക്കുറിഞ്ഞാണെന്ന് തോന്നുന്നു. മഴ പെയ്തിട്ട് ചെളിയായി കിടപ്പുണ്ട്. എന്താ സ്വാമി അതെ എന്തോന്ന് മണക്കാൻ തന്നിട്ടുണ്ട്. പണ്ടൊരിക്കലും മണത്തിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചത്? ഒരു ചെടി കെട്ടി കേട്ടാ. ഇത് നല്ല മണം. നമ്മുടെ പച്ചക്കർപ്പൂരം തന്നെ സാധനം ഉണ്ടാകും കാട്ടിൽ. അതിൻ്റെ ഒരു വകഭേദം. നല്ല മണം, അടിപൊളി. ഈ വഴി വരുമ്പോൾ അവിടുന്ന് സത്രത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു കയറ്റം വരും. ആ കയറ്റം നല്ല കുത്തനുള്ള കയറ്റം. അപ്പോൾ അത് ഒന്ന് 2-3 സ്ഥലത്ത് റെസ്റ്റ് ചെയ്ത് കയറി വന്നാൽ വലിയ ടാസ്ക് ഇല്ലാതെ കയറി മുകളിലെത്താൻ പിന്നെ അത്ര പ്രശ്നമില്ല. ഒരു നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പതിയെ ഇങ്ങനെ നടന്നിങ്ങനെ നീങ്ങിയാൽ മതി. അതെ, പ്രബീർ സ്വാമികൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ മഞ്ഞായതുകൊണ്ട് ആന അടുത്ത് വന്നാൽ കാണൂല എന്നുള്ളൊരു സംഭവം ശരിയാണ് സംഭവം. പക്ഷേങ്കിൽ കുഴപ്പമില്ല. ക്യാമറയെ കാണും പോലെയല്ല, നമുക്ക് കുറച്ചും കൂടെ കണ്ണുകൊണ്ട് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഈ ഫോഗ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തുള്ള കുന്നിലൊക്കെ മൃഗങ്ങൾ മേയുന്ന നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതിപ്പോൾ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഇതിലെ വണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്വാമികൾ ഇതിലേ വരുന്നുണ്ട് ഇറങ്ങിയിട്ട്. തണുപ്പുണ്ടെന്ന് തോന്നുന്നു. സ്വാമി ശരണം. ഈ നിതിൻ സ്വാമി ഏതോ ഒരു പാറ കുറെ നേരം പറയുന്നത്. ഏതാണാവോ പാറ? പാറയാ? എന്താ ഈ പാറക്ക് പ്രത്യേകത? അവിടെ പോയി റെസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ട് നടക്കുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇടയ്ക്കിലും ഇരിക്കാം. പിന്നെ ബാഗ് അങ്ങനെ തൂക്കി ശീലമില്ലാത്തതുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ട്. കാരണം ഇതിൽ തേങ്ങ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ബാഗ് ഇറക്കി വെച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിലിവിടെ ചെറിയൊരു മിസ്റ്റ് അടിക്കുന്നുണ്ട്. എന്താ പറയുക, ഈ കാറ്റിൽ ഒരു നൈസായിട്ട് വെള്ളം ഇങ്ങനെ അവിടെ ദേഹത്തോട്ട് വന്ന് അടിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുക, ഇവിടെ കുറച്ച് നേരം ഇരിക്കണം. സ്വാമി ശരണം, സ്വാമി ശരണം അയ്യപ്പ. അടിപൊളി കാറ്റ് കേട്ടാ.
പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. തൊണ്ടയൊക്കെ ഡ്രൈ ആയി തുടങ്ങി. ഞാൻ ബാഗ് ഇറക്കി വെക്കട്ടെ. ഓക്കെ, എൻ്റെ സാധനത്തിൽ കാറ്റടിക്കുന്നു. ക്ഷേത്രത്തിൻ പൊന്നടയിൽ ഞാനിരുന്നു. പൊന്നമ്പലവാസൻ അയ്യപ്പൻ സ്വാമി സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ കാക്കണമപ്പ അയ്യപ്പ കാട്ടിലെ ദേവാരെ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയേ അയ്യപ്പോ. സ്വാമി ശരണ. ആ, ഇവിടെ വരെ ആംബുലൻസ് ഉണ്ട് അല്ലേ? PHC കുടയത്തൂർ ആരോഗ്യ വകുപ്പ്. ഈ വണ്ടിയാട്ടോ നമ്മൾ കയറി വന്ന വീലിൻ്റെ ഇത് കണ്ടത്. ഇതിർസായി പറഞ്ഞൊക്കെ തെറ്റാ നിനക്ക് തോന്നുന്നു. പുല്ലുമേടാന്ന്. പുല്ലുമേടിൽ ഇവരെ ഒരു കഞ്ഞി കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ. അത് കാണാത്ത ഇതുമല്ല. ആ, തണുപ്പടിച്ചിട്ട് മൂക്കൊക്കെ വേദനയാണ് കേട്ടാ. മൂക്കിങ്ങനെ ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നേ അതിൻ്റെ പ്രശ്നം. ഓ സ്വാമിയെ ഒരു റീൽസിൻ്റെ എടുത്തോ വേക്കുന്നത് കുത്തനെയോ? മലനിര തോറും മാറ്റൊലി കൊണ്ടു ഹരിവരാസനം. നടന്ന് മറ്റൊരു കുന്നിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതിൽ വരുന്നവരെന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണം കേട്ടോ. മഴ പെയ്റ്റ് നല്ല ചളി, നല്ല സുഖമുണ്ട്. ചളി, അതെ, ചളി കുടിക്കാൻ നടക്കുമ്പോഴേ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ ചെളി ചവിട്ടുമ്പോഴേ നമുക്കൊരു അറപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ഇത് നമുക്ക് എന്തെന്ന് വെച്ചാൽ അതില്ല. ആ ചെളി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തൃപ്തി ഉണ്ട് ഇതിൽ ചവിട്ടാൻ അല്ലേ? ആ, അതെ, പ്രവീൺ സ്വാമികൾ ആ ചെളി ഇങ്ങനെ ചവിട്ടി അർമാദിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇത്ര നേരം ഇങ്ങനെ നടന്നിട്ട് ചെരുപ്പില്ലാണ്ട് നടന്ന അധികം ശീലമില്ലല്ലോ. അപ്പോൾ ഈ ചെളി ചവിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു കാലിന് ഒരു സുഖം കിട്ടുന്നുണ്ട് അല്ലേ? ആ, അതുകൊണ്ടാണ്. പറഞ്ഞ പോലെ വലിയ പ്രശ്നമില്ല കേട്ടോ ഇവിടെ നടക്കാൻ. ഇല്ല, ഒരു സ്വാമി പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രശ്നം, ഇത് കല്ല് ഭയങ്കര സീനാണ്. ഇല്ല ഇവിടെ നടക്കും. എന്തോ എനിക്കൊന്ന് മഴ പെയ്റ്റ് എന്തോ റെഡി ആയതാ. അല്ല, ഇതുവരെ വന്ന വഴികൾ വലിയ ടാസ്ക് ഇല്ല. ഫസ്റ്റിൽ ഇത് കയറ്റം കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല അല്ലേ? പക്ഷെ ചെറുതായിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഇല്ല, ഡേറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നാലില്ല. സ്വാമി ആ, ഇത് ഓ ആ, സംഭവം ഇതൊക്കെ കണ്ണത്താ ദൂരത്ത് എന്തൊക്കെയോ കാണാനുണ്ട്. ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കാണില്ല. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏറ്റുപറയുന്നേ, എല്ലാം എല്ലാം ഏറ്റുപറയുന്നേ, എന്തിനുമേതിനുമേനെന്റെ ദൈവം ഏറ്റുമാനപ്പനേ. ഏറ്റുപറയുന്നേ, എല്ലാം എല്ലാം ഏറ്റുപറയുന്നേ, എന്തിനുമേതിനുമേനെന്റെ ദൈവം ഏറ്റുമാനൂരപ്പനേ.
ഏഴര പൊന്നാനവേലേറി വരും ഏറ്റുമാനൂരപ്പനേ ഏഴകൾക്കെന്നെന്നും ഐശ്വര്യമേകണേ ഏറ്റുമാനൂരപ്പനേ ഏഴര പൊന്നാനവേലേറി വരും ഏറ്റുമാനൂരപ്പനേ ഏഴകൾക്കെന്നെന്നും ഐശ്വര്യമേകണേ ഏറ്റുമാനൂരപ്പനേ ശംഭോ മഹാദേവ ശംഭോ ശങ്കര സുന്ദരേശ്വര ശംഭോ മഹാദേവ ശംഭോ ശങ്കര സുന്ദരേശ്വര. സുബീഷ് കൃഷ്ണയാണ് ഗായകൻ. സ്വാമി ശരണം. എല്ലാവരും പോയി. അത് ശരി കേട്ടോ. അവിടുന്ന് ഞങ്ങളെ കൂടെ മുന്നിലും പുറകിലും ഒക്കെ വന്ന ആൾക്കാരൊക്കെ പോയി. ഇപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കാശ കിട്ടാത്തതുകൊണ്ട് അനിയോ കരടിയോ വന്നാൽ ടാസ്കാന്ന് മാത്രം. കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് സ്വാമിമാരങ്ങനെ കൂടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ശംഭോ മഹാദേവ ശംഭോ ശങ്കര സുന്ദരേശ്വര പത്മനാഭ പരമേശ്വര പുത്രൻ സുപ്രഭാതം പൊട്ടിവിടർന്നു സുഖസന്ധായകഗിരിയിൽ സുപ്തതുഷാരണിഞ്ഞ് സുന്ദരഗിരിയിൽ ശബരിഗിരിയിൽ സുപ്രഭാതം പൊട്ടിവിടർന്നു സുഖസന്ധായകഗിരിയിൽ കോടി ദിവാകര ശോഭതിളങ് കോമളരൂപൻ പത്മനാഭ പരമേശ്വരപുത്രൻ പത്മനാഭ പരമേശ്വരപുത്രൻ പ്രഭതൂകും പൊന്നമ്പലമലയിൽ ശബരിമലയിൽ സുപ്രഭാതം പൊട്ടിവിടർന്നു സുഖസന്ധായകഗിരിയിൽ സ്നിഗ്ധ തുഷാര വിഭൂതിയണിഞ്ഞ് സുന്ദരഗിരിയിൽ അങ്ങ് ദൂരെ ഒരു ജീപ്പ് കാണുന്നുണ്ടോ? അങ്ങ് ദൂരെ ഒന്നല്ല, അടുത്താണ്. പക്ഷേങ്കിൽ ഈ ഫോഗ് കാരണം കാണാൻ പറ്റുന്നില്ല. ക്യാമറ കാണുന്ന ചെറുതായിട്ട് കാണുന്നു. അതെ. അതെ. അയ്യോ, ഇവിടെ കുടിവെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ തണുപ്പ് കൂടിയില്ല. തണുപ്പ് കൂടി. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. എന്തോ റവന്യൂ വകുപ്പാ, വന്യജീവി വകുപ്പ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടി കിടക്കും. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ടവറോ? അതാ ഒരു ബിൽഡിംഗ് അല്ലേ അത്? സ്ക്വയറിൽ ഇങ്ങനെ കാണുന്നത് അല്ല, അവിടെ ബിൽഡിംഗ്. അത് ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. ഉണ്ടോ? ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പുറത്തൊരു ടവറുണ്ട്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഉണ്ടോ? ഒരു മിന്നായം പോലെ കാണാം. ഇവിടെ വെള്ളമുണ്ട്. ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറുണ്ട് ഇവിടെ. അപ്പോൾ അവരിവിടെ വണ്ടി ഇട്ടിട്ട് കണ്ട ഇവിടെ കിടപ്പുണ്ട്. അടുത്ത ഒരു ലേക്കിലെത്തിയിരിക്കുകയാണ്. ലേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു മണ്ണ് കോരിയിട്ട് എനിക്കൊന്ന് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പം 11 മണി 12 2:30 മണിയായി ഏകദേശം എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് 2
12, 1, 2, 3.5 മണിക്കൂറായി നടക്കുന്നു. ഇപ്പോൾ 3.5 മണിക്കൂർ നടന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പകുതി ഭാഗം പിന്നിട്ടെന്നുണ്ട്. പുല്ലുമേട് ഇവിടെ ഒരു ഭക്ഷണമൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമുണ്ടെന്നാണ് കേട്ടത്. കൂടുതൽ സ്വാമിമാർ നടന്ന് വരുന്നുണ്ട്. ഇപ്പം എത്ര സമയം വരെ നടക്കും നമ്മൾ? 2:30 എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും? എന്നാലും 5. പ്രവീഷ് സ്വാമികൾ എന്ത് പറയുന്നു? എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും പ്രവീഷ് സ്വാമികൾ? എത്ര കിലോമീറ്റർ? 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവോ അറിയില്ല. വൈശാസ്വാമിൻ്റെ കണക്ക് ചിലപ്പോൾ ശരിയായിരിക്കും. എത്ര 7 കിലോമീറ്റർ അത് കറക്റ്റായിരിക്കും. ഏകദേശം ഒരു നിഗമനം വെച്ചിട്ട്. മൃഗങ്ങൾ നല്ലോണമുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ കുളങ്ങൾ കുഴിച്ച് വെച്ചിരിക്കുന്നത്. കാരണം റോഡിലെല്ലാം ഫുള്ള് കാണുന്നില്ല. കണ്ടോ, പോലീസിൻ്റെ വണ്ടി കാണുന്നുണ്ട്. പോലീസിൻ്റെ വണ്ടി കാണുന്നുണ്ട്. നമ്മളായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഇവിടെ എത്തുന്നതെന്ന് തോന്നുന്നു. ഇവർ നടക്കുന്നുണ്ടല്ലോ. ഇവർ എന്ത് ചെയ്യണം? ടോക്കണ് ഇത് പോലീസുകാരായിരുന്നു. പോലീസുകാരോട് നമ്മൾ സംസാരിച്ച്. അപ്പോൾ വൈശാഖ സ്വാമി പറഞ്ഞത് കറക്റ്റാണ്, ഏകദേശം കറക്റ്റാണ്. കാരണം 6 കിലോമീറ്ററാണ് നമ്മൾ കവർ ചെയ്തത്. ഇനി പറഞ്ഞാൽ 5 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ശരിയാണ്, നിതിൻ സ്വാമി പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിലോമീറ്റർ ഡിഫറൻസ്. ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് വെസ്റ്റ് ഡിവിഷൻ പെരിയാർ ടൈഗർ റിസർവ് അഴുത റേഞ്ച്. ഇത് അഴുത റേഞ്ചിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള അഴുത റേഞ്ചിൽ വരുന്നതാണ് നമ്മളിപ്പോൾ നടന്നു വന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു കിണറും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ഉണ്ടാവാൻ തോന്നുന്നുണ്ട് ഇതില്ലേ, പൈപ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദിഷ്ട വനപാതയിലൂടെ മാത്രം സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ടോക്കൺ കാണിക്കേണ്ടി വരും. നോക്കട്ടെ. ഇവിടുന്ന് കഞ്ഞിയെ കുടിച്ച് ഈ റോഡാണ്. ഇവിടെ ഒരു ഫെൻസിങ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് പിന്നെ ഇങ്ങനെ ഉള്ളോട്ട് തിരിച്ച് കയറി പിന്നെ യാത്രയാണ്. അപ്പോൾ ഇത് സ്ഥലത്തിൻ്റെ പേരെന്താ? പുല്ലുമേട്. പുല്ലുമേട് ഫോറസ്റ്റിൻ്റെ വകയുള്ള അന്നദാനം. കഞ്ഞിയുണ്ട്, പിന്നെ പയറ്, പിന്നെന്ന് വെച്ചാൽ ഇവിടുന്നൊരു ശബരിമലയ്ക്ക് 5 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ നടന്നു ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ 2 വഴിയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് ശബരിമല പോകേണ്ടത്. ലെഫ്റ്റ് സൈഡ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കക്കി ഡാം, ഗവി റൂട്ടിലോട്ട് കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് 5 കിലോമീറ്ററാണ് ശബരിമലയ്ക്കുള്ളത്. താങ്ക് യു ഫോർ നോട്ട് പൊല്യൂട്ടിങ് പൂങ്കാവനം. ഓക്കെ, നടക്കട്ടെ. കാലും ഒക്കെ പെയിൻ അടിച്ച് തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറക്കമാണെന്നാണ് പറയുന്നത്. അപ്പം ശരണം വിളിച്ച് മുന്നോട്ട് പോകാതെ രക്ഷയില്ല. ശരണം വിളിച്ച് മുന്നോട്ട് പോകുന്നു. പതിയെ കോട മാറിയിട്ടുണ്ട്.
മുട്ടക്കുന്നുകളൊക്കെ ചെറുതായിട്ട് അയ്യോ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വന്ന് പോയി കേട്ടോ. എന്താ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഇവിടെ ഇനി 5 കിലോമീറ്റർ ഉണ്ട്. ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് പണി പാളി. നല്ല പതിയെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇപ്പുറത്തെ സൈഡാണ് മൂടിക്കിടക്കുന്നത്. ഈ സൈഡ് എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ താഴെ. അത് സന്നിധാനാണോ കാണുന്നത്? താഴെ ബിൽഡിങ് കാണുന്നത് താഴെ അങ്ങ് ദൂരെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സന്നിധാനമാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ആരോടും കണ്ട ചെറുതായിട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട്. എത്ര നേരം കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ മഞ്ഞ് മാറി. എനിക്ക് തോന്നുന്നു സന്നിധാനത്തിനായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഉണ്ട്, കാണും, ചെറുതായിട്ട് കാണുന്നുണ്ട്. അങ്ങ് ദൂരെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്. സന്നിധാനമാണെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി വ്യൂ കേട്ടോ. ചെറുതായിട്ടൊന്ന് മഞ്ഞ് മാറുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ഈ ചോലക്കാടുകൾ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയാണ്. എന്തായിരുന്നു ഈ പൊന്നമ്പലമേടൊക്കെ ആയിരിക്കും ആ നേരെ ഫ്രണ്ട് സൈഡ് കാണുന്ന ഭാഗം എന്നാണ് എൻ്റെ ഒരു നിഗമനം. റൈറ്റ് സൈഡിൽ അവിടെ വരിക വാഗമണ്ണ്. ഈ ഏരിയ വരിക ഏകദേശം വാഗമണ്ണ്, പാഞ്ചാലിമേട് അതൊക്കെ അടങ്ങുന്ന ഏരിയയാണ്. ഇത് 18 മലകൾ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നുണ്ട്. എത്ര മലകളാണ് ഇങ്ങനെ അടുക്കുകളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക മലകൾ. അത് സന്നിധാനം തന്നെയാണെന്ന് തോന്നുന്നു. ഏകദേശം നല്ല വൃത്തിയായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ പിന്നെയും ഫോഗ് ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ചോലക്കാടുകൾക്ക് മുകളിലൂടെ ഇങ്ങനെ മഞ്ഞ് പോകുന്ന നല്ല ഭംഗിയുണ്ട്. പുല്ലുമേട് യാത്രയുടെ ഏകദേശം അവസാന ഭാഗത്തോട്ട് എത്തിയിരിക്കണം. ഇനി അങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ഇനി ഇറക്കമാണ്. ഇതുവരെ ഫസ്റ്റിലൊരു കയറ്റം കയറി, നല്ല കയറ്റമായിരുന്നു. എനിക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. അതിനുശേഷം പിന്നെ ബാക്കി ഒരു 6 കിലോമീറ്റർ സ്ട്രെയിറ്റ് നടന്നു. അതിനുശേഷം പിന്നെ 6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ പുല്ലുമേട് എത്തി. പുല്ലുമേട് നിന്ന് ഇപ്പോൾ 1 കിലോമീറ്റർ നടന്നു. പുല്ലുമേട്ടിൽ നിന്ന് 1 കിലോമീറ്റർ, പുല്ലുമേട്ടിൽ നിന്ന് 6 കിലോമീറ്ററാണ് ശബരിമലയ്ക്കുള്ളത്. അപ്പം അല്ലേ 6 കിലോമീറ്റർ അല്ലേ? പുല്ലുമേട്ടിൽ നിന്ന് 6 കിലോമീറ്റർ. അപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു. പിന്നെ ഇപ്പോൾ ഒരു ബോർഡ് കണ്ട്, അതിന് മുന്നേ ഒരു ബോർഡ് കണ്ടില്ല, അവിടെ നിന്ന് 5 കിലോമീറ്റർ. അപ്പോൾ ഈ 5 കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെ ഇറക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാലിന് ചെറുതായിട്ട് സ്ട്രെയിൻ വരുന്നുണ്ട്. പക്ഷേ വലിയ സീനില്ല, കുഴപ്പമില്ലാതെ അങ്ങ് എത്താമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ സന്നിധാനത്ത് എത്തുമ്പം തിരക്കുണ്ടാവുമോ എന്നറിയില്ല. തിരക്കില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഏകദേശം ഇങ്ങനെ വീണ്ടാമത് മഞ്ഞ് വന്ന് മൂടി തുടങ്ങി. ഭയങ്കര സംഭവം. ഒരു മിനിറ്റ് എടുക്കുന്നില്ല. ഇല്ല, ഇത് ശരിക്കും 18 മലകളുടെ നടുവിൽ തന്നെ സന്നിധാനമാണതെങ്കിൽ എനിക്ക് തോന്നുന്നു സന്നിധാനം തന്നെ ആയിരിക്കും അത്. സന്നിധാനമാകാൻ പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ വേറെ ബിൽഡിങ് ഇല്ലല്ലോ. ഇല്ല, അല്ലാതെ തന്നെ സന്നിധാനം അറിയില്ല എന്താണല്ലോ, നോക്കാം. ഇവിടെ കുറച്ച് ടവറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് ഏതാണെന്ന് അറിയോ? ഇങ്ങോട്ട് വാഗമണ്ണ്, പാഞ്ചാലിമേട് ആ സൈഡൊക്കെ വരുന്ന ഭാഗമായിരിക്കും. പൊന്നമ്പലമേട് എവിടെ വരും എന്നറിയോ? പൊന്നമ്പലമേട് അവിടെ ആയിരിക്കും. കാണുന്നതായിരിക്കും.
ഇത് നേരെ കാണുന്നല്ലേ? ആ കനിസ്വാമി എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഓക്കെ, എന്നാ നീങ്ങാം. എന്താ ഇപ്പം അങ്ങക്ക് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. നേരിട്ട് കാണുന്ന ഭംഗിയില്ല, ഇല്ലല്ലേ? നേരിട്ട് കണ്ട് ആസ്വദിച്ചിട്ട് മനസ്സിൽ പതിപ്പിച്ചിട്ട് പോയി തണുപ്പന്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നാ ഒരുപാടെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു മുട്ടക്കുന്ന്, താഴെ കാണുന്നത് സന്നിധാനം തന്നെയാണ്. നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. നടപ്പന്തൽ ഒക്കെ കാണുന്നുണ്ട്. അപ്പം അതാണ് നീലിമല. നീലിമല ടോപ്പ്. നീലിമല ടോപ്പ് ശരംകുത്തിയെല്ലാം ആ ടോപ്പിൽ വരില്ലേ? അപ്പം അങ്ങ് കാണുന്ന ബിൽഡിങ് പമ്പ ആ സൈഡിലുള്ള ബിൽഡിങ്ങുകളായിരിക്കും. അങ്ങ് കാണുന്ന വെള്ള ബിൽഡിങ്. ആ ഈ നീലിമല ഇറങ്ങി ചെല്ലുന്ന പമ്പയിലോട്ടല്ലേ? അത് കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അപ്പുറത്തെ ഇത് എനിക്ക് തോന്നുന്നത് ഈ പുല്ലുമേട് വഴിയുള്ള യാത്ര ഇപ്പം തീരും. അങ്ങനെ ഇത്തരം മുട്ടക്കുന്നുകൾ എനിക്കൊന്ന് ഈ ഫോറസ്റ്റിലേക്ക് ഇറങ്ങിയിട്ടാണ് ബാക്കി യാത്ര. പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, ഇവിടുത്തെ ഭംഗി ഭയങ്കര അല്ലേ? എന്നാ സ്ഥിതി? ശരണം ദേവൻ പാദം ദേവി പാദം സ്വാമിയപ്പ ശരണമപ്പ കാക്കണമപ്പ കലിയുഗ വരദ മോഹനരൂപ സത്യസ്വരൂപ സ്വാമി ശരണമയ്യപ്പ. ഒരാക്കില്ലേ? അതാണ് ഞാൻ ഇവിടുന്ന് നമ്മൾ ആ ചോല കാട്ടിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് കാട്ടിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി പുല്ലുമേടില്ല. അതെ, അപ്പം ഞാൻ ഇവിടുന്ന് ഒരു സാധനം പറഞ്ഞതാ. ഇപ്പോൾ പ്രബീഷ് സ്വാമികളെ ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് തുടങ്ങുകയാണ്. ഫോറസ്റ്റ് മീൻസ് ഇങ്ങനത്തെ ഡെൻസ് ഫോറസ്റ്റ്. ഇത്ര നമ്മൾ മുട്ടക്കുന്നുകൾ വഴിയല്ലേ വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മൾ ഇങ്ങനെ ഫോറസ്റ്റ് കൂടെ പോയിട്ട് സന്നിധാനം ഉരക്കുഴിയിലെത്തും. പറഞ്ഞല്ലേ ബാക്കി മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. കാട്ടിലോട്ട് കയറിയാൽ പെരികരിക്കുക 5 മിനിറ്റ് അത് അങ്ങോട്ട് പോയി പിന്നെ ചെയ്യണ്ടേ? ഇവിടെ ഇരുന്നാ പോരെ? അയ്യപ്പ പാദം സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ ദേഹബലം താ ദേഹബലം താ പാദബലം താ പാദ. അപ്പോൾ ഇറങ്ങി വന്ന് നമ്മൾ ഈ ഒരു ചെറിയൊരു അരുവിയിലാണ്. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു ഉരക്കുഴി എത്താനായെന്ന് തോന്നുന്നുണ്ട്. കാല് നല്ലോണം ഒന്ന് കഴുകിയാലോ? എന്താ എൻ്റെ ഇത് ഉരക്കുഴി ആയിരിക്കും. ഉരക്കുഴിയാണെങ്കിൽ നമ്മളത് എത്തി. 3 കിലോമീറ്റർ പോരല്ലോ. ആ നമ്മളത് എത്താനായെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു മരം വീണ് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ. വേണ്ടോ ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ വഴി ഇറങ്ങി വന്നു. ആൾക്കാരതിൽ ഇറങ്ങി വരുന്നു. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകണം. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നിരപ്പ് കാണുന്നുണ്ട്. അറിയില്ല എന്താ നല്ല ഇവിടെ എന്തോ ഒരു പന്തലൊക്കെ കാണുന്നുണ്ടോ നോക്കാം. ഇനി അങ്ങോട്ട് സ്വാമി ഇനി അങ്ങോട്ട് നിരപ്പാണോ ആണോന്ന് ചോദിച്ചാ
ആണോ? നോക്കാം. അതെ, ഇതിപ്പോൾ എവിടെയാണ് ഇറങ്ങി എത്തിയതെന്നല്ല നമുക്ക് ഈ ഒരു കടക്കാരോട് ചോദിച്ച് നോക്കാം. ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്താ സംഭവം? QR കോഡൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് എനിക്ക് തോന്നുന്നത് സത്രത്തിൽ നിന്നുള്ള എൻട്രി ഇങ്ങോട്ട് വന്ന ആൾക്കാർ തിരിച്ച് ഇവിടെ എത്തിയോ എന്നുള്ളതിൻ്റെ ഒരു കണക്കായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. ഫോറസ്റ്റ് അതിർത്തിയാണെന്ന് തോന്നുന്നു. 11:20 യൂസ് കോഡോ? കഴുതാ കാറ്റിൻ്റെ മൂളക്കം. ശബരിമല 3 കിലോമീറ്റർ. അപ്പം നമ്മൾ 2 കിലോമീറ്റർ ഇപ്പം നടന്ന വൈശാഖസ്വാമി ആ കയറ്റം ഇല്ലേ, 2 കിലോമീറ്റർ ഇവിടം വരെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി 3 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇറങ്ങി ഒരു ചെറിയൊരു നിരപ്പിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട് നടക്കാൻ. അപ്പോൾ പതിയെ തുടങ്ങാം. നാരോ പാത്ത് വാക്കിൻ സിംഗിൾ ലൈൻ ഡേഞ്ചർ സോൺ അപകട മേഖല. കാലൊക്കെ പെയിനടിച്ച് തുടങ്ങി. ഇത് ഭയങ്കര കൊക്കയാട്ടോ ഈ സൈഡ്. അയ്യോ, ഓ വെളിച്ചമൊക്കെ കണ്ടു തുടങ്ങി. സ്വാമി ശരണം. സന്യാടുന്നുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പാട്ട്, വെടിയൊച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. ലൈറ്റുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. രാത്രി ആയാലും ഭക്തർക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉരക്കുഴി അയ്യോ. അങ്ങനെ നമ്മൾ രാവിലെ 11 മണിക്ക് തുടങ്ങിയ യാത്ര ഇതിപ്പോൾ ഏകദേശം 6:30 മണിയായി. ഏകദേശം ഒരു 7 മണിക്കൂർ 7.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പാണ്ടിത്താവളത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പോലീസിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ മുന്നോട്ട് നടന്നു. നമ്മൾ നേരത്തെ കണ്ട ആളല്ലേ? നേരത്തെ കണ്ടില്ല? ഒരു തടിയുള്ള ഒരാളോ അയാളെ കൊണ്ട് പറഞ്ഞെടുക്കില്ല. സ്ട്രെച്ചർ വേണം. 4 കിലോമീറ്റർ മേലെ ആളുള്ള കഷ്ടമല്ലേ? ഇത് സന്നിധാനത്തിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന ടാങ്കുകളൊക്കെയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ 18-ാം പടിക്ക് താഴെ എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ദൈവാധീനം കൊണ്ട്. അങ്ങനെ ഞങ്ങൾ 18-ാം പടി കയറി ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ റൂമെടുത്തു. അത് കഴിഞ്ഞ് രാവിലെയാണ് ഞങ്ങൾ അഭിഷേകം നടത്തിയത്. അഭിഷേകം രാവിലെ കഴിഞ്ഞ് എനിക്ക് 3:30 ആ സമയത്താണ്. ഏകദേശം ഒരു 6:30 കൂടി ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഒരു 7-8 മണി ആ സമയങ്ങളേക്ക് മുംബൈയിലെത്തി. ഇങ്ങോട്ടല്ല, ഇവിടെ നിർത്താണൊക്കെ പോകണം. നിർത്തി അതിൻ്റെ ഫ്ലോ പോയി നല്ല കുത്തിച്ചെങ്ങിട്ടായി അച്ഛനും ഞാൻ മരുമകളെ കൂട്ടില്ല, ചോട്ടൂര് ബാബിനെ കൂട്ടില്ല പോയേ മക്കളെ. ചോട്ടില്ല അച്ഛൻ ഞാനല്ലേ, ഞാൻ ചോട്ടുവിന്റെ ഇരുമുടി എടുത്ത് ഇരുമുടി ആടത്ത് വിട്ടിട്ടാ ഒരോടെ ഇതായിപ്പോയി പതപ്പ് കിട്ടിക്കൂല. ബെത്തൽ പ്ലാന്റേഷൻസ് മൗണ്ട് എസ്റ്റേറ്റ് ലൊക്കേഷൻ അല്ലേ?